ഇന്ന് ആധുനിക മീഡിയ പലരും പല കാര്യങ്ങൾ പറയുമ്പോൾ പലരും പറയും മതത്തിൻ്റെ വഴി, ശാസ്ത്രത്തിൻ്റെ വഴി. ഈ മീഡിയയിൽ കൂടി പലരുമെല്ലാം ഇന്ന് നിരീശ്വരവാദം പഠിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ തന്ന ഒരു പ്രേരണയുടെ നിവൃത്തിയായ ബൈബിളും ശാസ്ത്രവും എന്ന ഈ ഭാഗം നാം മനസ്സിലാക്കേണ്ടത്. എന്താ ഏറ്റവും നല്ല ബൈബിളിലെ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ യഹൂദനിൽ നിന്ന് വന്നു. എന്താ യഹൂദനിൽ നിന്ന് വന്ന് നിങ്ങൾക്കേവർക്കും അറിയാം. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ ഉപദേഷ്ടാവായിരുന്ന കാറൽ മാർക്സ്, അവൻ ഒരു യഹൂദനായിരുന്നു. ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളിൽ ഏകദേശം 100 കണ്ടുപിടുത്തമുണ്ടെങ്കിൽ 20-ൽ പരം കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് യഹൂദനാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവന് സയൻസിനെ പറ്റിയുള്ള എല്ലാ ഗുരുത്വാകർഷണ സിദ്ധാന്തം കാറൽ മാർക്സ് കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ പോളിയോ വാക്സിൻ കണ്ടുപിടിക്കുന്ന ജോൺ ലിറ്റിൽ വാക്സ്, ഇവരെല്ലാം യഹൂദന്മാരായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത, ബൈബിളിനോടൊപ്പം തന്നെ യഹൂദൻ്റെ ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു, തൽമൂദ്. അതിനകത്ത് മിക്കവാറും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെല്ലാം പഴയ നിയമം പഠിക്കുന്നവരാ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, സകല മാന്യതയും മഹത്വവും നിന്റെ കുലത്തിന് തരും. അതുകൊണ്ട് ഈ യഹൂദനെ സ്വർഗ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചത്. അബ്രഹാമിനോട് കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ നിന്ന് തേജോമയനായ ദൈവം അവനെ വിളിച്ചു കൊണ്ടുവരുമ്പോൾ ഉൽപ്പത്തി 12 നാം പഠിക്കുമ്പോൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറയുന്നത് പോലെ സകല മാനവും മഹത്വവും അബ്രഹാമിൻ്റെ തലമുറകൾക്ക്. കാറൽ മാർക്സ് യഹൂദൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ യഹൂദൻ, ജോൺ മില്ലർ യഹൂദൻ, ഇങ്ങനെ സകലരും കണ്ടുപിടുത്തങ്ങളുടെ പിൻപിൽ യഹൂദന. അങ്ങനെയെങ്കിൽ നാം ശ്രദ്ധിക്കാം, ബൈബിളിന് കത്ത് സയൻസുമായിട്ട് ബന്ധമുണ്ടോ? 10ഓളം കണ്ടുപിടുത്തങ്ങൾ, നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിക്കാനുള്ളത്, ഈ സംഭവങ്ങൾ മുഴുവൻ നാം അക്കമിട്ട് നിരത്തുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഏകദേശം 10ഓളം കണ്ടുപിടുത്തങ്ങൾ മാത്രം ബൈബിളിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി ദൈവനാമത്തിൽ ഈ പ്രക്ഷേപണത്തിൽ കൂടി ഞങ്ങൾ ഷെയർ ചെയ്യുക. പലരും വിചാരിക്കുക ദൈവത്തിൻ്റെ ദാസൻ പറയുന്നതിൽ എന്തെങ്കിലും ആധികാരികതയുണ്ടോ, തെറ്റുണ്ടോ, ശരിയുണ്ടോ എന്ന് പറയുമ്പോൾ നാം തുടക്കത്തിലേക്ക് കടക്കാം. ഈ ബൈബിളും സയൻസുമായിട്ടുള്ള ബന്ധം, ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ കണ്ടുപിടിച്ചതിൻ്റെ പിൻപിൽ ആരൊക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന സ്വാഭാവികമായിട്ട് ഒന്നാമത്തെ തലത്തിലേക്ക് കടക്കാം. ഇന്ന് ലോകം മൊത്തവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായി എണ്ണവില, ക്രൂഡ് ഓയിൽ. നമ്മൾ ഈ സമയത്ത് കാണുന്നല്ലോ, പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില സെഞ്ചുറി കഴിഞ്ഞു, 100-ൽ പരം കാര്യങ്ങളിലേക്ക് അപ്പുറത്ത് കടന്നു കഴിഞ്ഞു. ഈ പല സംസ്ഥാനങ്ങളിലും വിലക്കയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ക്രൂഡ് ഓയിൽ കടലിൻ്റെ അടിയിൽ കിട്ടുന്ന ക്രൂഡ് ഓയിൽ ഫിൽട്രേറ്റ് ചെയ്യുന്നത്, ആ പ്ലെയിൻ അടിക്കുന്ന എണ്ണ കിട്ടുന്നുണ്ട്, നമ്മുടെ വണ്ടിക്കടിക്കുന്ന പെട്രോൾ കിട്ടുന്നുണ്ട്, പ്രീമിയം പെട്രോൾ കിട്ടുന്നുണ്ട്, അത് കഴിഞ്ഞ് ഡീസൽ കിട്ടുന്നുണ്ട്, സൂപ്പർ മൈലേജ് ഡീസൽ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ഇത് ക്രൂഡ് ഓയിൽ ഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മണ്ണെണ്ണ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഫോമായി ടാർ വരെ കിട്ടുന്നുണ്ട് എണ്ണയ്ക്കകത്ത് നിന്ന്. ഇത് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ടോ? കടലിനടിയിൽ എണ്ണയുടെ നിക്ഷേപമുണ്ട്. പലരും ഇത് ശ്രദ്ധിക്കത്തില്ല. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, കടലിനകത്ത് എണ്ണയുടെ നിക്ഷേപമുണ്ടോ? ഈ എണ്ണ എവിടെ നിന്ന് വന്നു? ഇംഗ്ലീഷുകാർ റോമാ സാമ്രാജ്യമടക്കം ബ്രിട്ടൻ്റെ കോളനി വാഴ്ചയിൽ ഇസ്രയേലും പലസ്തീനുമെല്ലാം അവരുടെ കീഴിലായിരിക്കുമ്പോൾ, അറേബ്യൻ രാജ്യങ്ങൾ അവരുടെ കീഴിലായിരിക്കുമ്പോൾ, പലസ്തീൻ അവരുടെ കീഴിലായിരിക്കുമ്പോൾ കടലിനകത്ത് എണ്ണച്ചാലുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞന്മാർ കടലിൻ്റെ അടിയിൽ നിന്ന് പരിവേഷണം നടത്തി എണ്ണ കണ്ടമാനം സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് പല പെട്രോളിയം കമ്പനിക്കും പേര് വന്നത് ബ്രിട്ടീഷ് പെട്രോളിയം, BP, അതുപോലെ സൗദിയിൽ അരംകോ എന്ന് പറയുന്ന കമ്പനി, അറബ് അമേരിക്കൻ കമ്പനി ഓയിൽ വിപണനം നടത്തുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ടോ? ഇന്ന് 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭക്തനായ ഹല്ലേലൂയ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവം ആദമിനെ മെടഞ്ഞു. വർഷങ്ങളുടെ പിൻപിൽ വരുമ്പോൾ അബ്രഹാമിനെ സ്വർഗത്തിലെ ദൈവം ഇറാഖിലേക്ക്, കനാനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു യുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിലെ സേനകൾ സമുദ്രത്തിനടിയിലെ കീൽക്കുഴിയിൽ വീണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഈ സമുദ്രത്തിനടുത്തിൽ കീൽക്കുഴി ഉണ്ടോ? അതിൻ്റെ പേരാ ക്രൂഡ് ഓയിൽ. വായിക്കാം ദൈവത്തിൻ്റെ ദാസനെ, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ബൈബിളും സയൻസുമായിട്ടുള്ള ബന്ധം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കണം. ഈ പ്രക്ഷേപണം ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങൾ കേൾക്കണം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, സമുദ്രത്തിന്റെ അടിയിൽ എണ്ണയുണ്ട്, കീൽക്കുഴികളുണ്ട്. വായിക്കാം മക്കളെ, ഉൽപ്പത്തി 14-ാം അധ്യായം അതിന്റെ 10-ാമത്തെ തിരുവചനം. സിദ്ദീം താഴ്വരയിൽ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. അടുത്തത്, സോദോം രാജാവും ഗൊമേര രാജാവും ഓടിപ്പോയി അവിടെ വീണു. കണ്ടോ, ഒരു യുദ്ധത്തിനകത്ത് മതി ദൈവമക്കളെ, സിദ്ദീം താഴ്വരയിനകത്ത് കീൽക്കുഴികൾ ഉണ്ടായിരുന്നു. ഇത് സാധാരണ കുഴി
കുഴികളെല്ലാം സമുദ്രത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അടിയിൽ, സമുദ്രത്തിൻ്റെ അടിയിൽ കീൽക്കുഴികളുണ്ടായിരുന്നു. ആ പിന്നത്തതിൽ ബ്രിട്ടനും അമേരിക്കയും സംസ്കരിച്ച് ക്രൂഡ് ഓയിലായിട്ട് വിപണിയിലേക്ക് എയർ ഫ്യൂവലായിട്ടും ഇന്ധനവുമായിട്ട് വന്നത്. ഇന്ന് പകൽ ബൈബിളിൻ്റെ തനിമ എത്ര വലുതാ വചനം മനസ്സിലാക്കുന്ന ദൈവമക്കളെ. ക്രൂഡ് ഓയിൽ എവിടെ വന്നു? സമുദ്രത്തിൻ്റെ അടിയിൽ ക്രൂഡ് ഓയിൽ ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അന്ന് ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് സോദോം രാജാവും ഗോമോര രാജാവുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് ഓടുമ്പോൾ ശുദ്ധീമിൻ്റെ കുഴിക്കകത്ത് കീൽക്കുഴികളിൽ അവർ വീണെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്തുണ്ട് മക്കള്. ഇതാ ബൈബിളും സയൻസുമായിട്ടുള്ള ബന്ധം, ബൈബിളും ശാസ്ത്രവുമായിട്ടുള്ള ബന്ധം ക്രൂഡ് ഓയിൽ സമുദ്രത്തിനകത്തുണ്ടെന്ന് ഒരു ഗ്രന്ഥത്തിൽ പോലും എഴുതിയിട്ടില്ല. ഇന്ന് ശാസ്ത്രം പറയുന്നു ബൈബിളിന് എന്ത് പ്രാധാന്യം, ഇവിടുത്തെ നിരീശ്വരവാദികൾ പറയുന്നു ബൈബിളിന് എന്ത് പ്രാധാന്യം. ഇത് ബൈബിൾ ഒരു മതഗ്രന്ഥം മാത്രമല്ല, ഉലകത്തെ മുഴുവൻ കണ്ടുപിടുത്തങ്ങളുടെ പിടിമ്പിൽ ചലിപ്പിക്കുവാൻ കരുത്തുറ്റൊരു വചനമാ നിങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഇന്ന് ഇത് വായിക്കുവാൻ കൃപ തന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സാധാരണ ഒരു ഗ്രന്ഥത്തെ അല്ല നിങ്ങൾ വായിക്കുന്നത്. ഇന്നേക്ക് ശതവർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി തുടങ്ങി നോഹ പട്ടുപോയപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചു. മാനത്തിനും മഹത്വത്തിനും യോഗ്യനായ അബ്രഹാമിനെ വാഗ്ദത്ത കനാനിൽ കൊണ്ടുവരുമ്പോൾ യുദ്ധത്തിന്റെ മുഖത്ത് സോദോമിന്റെ ഗോമോരയുടെ രാജാവ് യുദ്ധത്തിന്റെ പരിധിയിൽ നിന്ന് ഓടുമ്പോൾ കീൽക്കുഴികൾ വീണെങ്കിൽ അത് ഭാവിയിൽ ഇംഗ്ലീഷുകാർ കീൽക്കുഴിയിൽ നിന്ന് കീൽ എന്ന് പറയുന്ന ക്രൂഡ് ഓയിലിനെ കണ്ടെടുത്തുകൊണ്ട് പെട്രോളും ഡീസലും എയർ ഫ്യൂവലും ആക്കിയെങ്കിൽ ബൈബിളും ശാസ്ത്രവുമായിട്ട് എന്തു ബന്ധമുണ്ട്? ഇതെല്ലാം കണ്ടുപിടിച്ചത് ബൈബിളിൽ നിന്ന്, കീൽക്കുഴികളിൽ നിന്ന്. മേലാൽ സംഭവിപ്പാനുള്ളത് എത്ര പേർക്ക് സാധാരണ കാര്യം മനസ്സിലാകുന്നു? വഴിയെ പോകുന്ന ഒരു ചെറുപ്പക്കാരനെ ഉപദേശിക്കോ, വെറുതെ പ്രസംഗിക്കുന്ന ചിലർ പറയാറുണ്ട് വയറ്റിപ്പിഴപ്പിന് ഉപദേശം പ്രസംഗിക്കുന്നതെന്ന്. മക്കളെ, അതൊന്നുമല്ല. ഞങ്ങൾ ഉയർത്തുന്ന ബൈബിളിനകത്ത് ലോകത്തെ മുഴുവൻ കാര്യങ്ങളുമുണ്ട്. എല്ലാം പറഞ്ഞാൽ ഒരു 5-8 ദിവസം ഒക്കെ ഈ കണ്ടുപിടുത്തങ്ങളെ പറ്റി പറയുക. പക്ഷേ ഇത് റൺ ചെയ്യുന്നത് ഇന്ന് അത്യാവശ്യമായി ദൈവജനം മനസ്സിലാക്കണം. ബൈബിള് പലരും വേണ്ട, ചർച്ചിൽ പോകണ്ട, ഇതൊരു പഴഞ്ചൻ ഗ്രന്ഥമാണ്. ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ നടുവിൽ ഒരു ഉദ്ബോധന വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു കാഴ്ചപ്പാടില്ല ഈ വചനം ഞാൻ പ്രസംഗിക്കുന്നത്. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിക്കാനുള്ളത്. ഒന്നാമത്തെ സംഭവമായി നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഭൂമിയുടെ അടിയിൽ, സമുദ്രത്തിന്റെ അടിയിൽ കീൽക്കുഴികളുണ്ട്. രണ്ടാമത്തെ സംഭവമായി ഭൂമിയിൽ ആഹാരം വിളയുന്നു. ഭൂമിക്ക് 3 തട്ടാ ഉള്ളത്. ക്രിസ്റ്റ് മാൻഡേറ്റ് കോർ. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ അടിയിൽ കത്തിജ്വലിക്കുന്ന ലാവയുണ്ടെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ അടിഭാഗം ആരെങ്കിലും തുറന്നിട്ടുണ്ടോ? 2000-ന് ശേഷം റഷ്യയിൽ ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്ന എസോക്കോലോ അതാ പറയാം, അദ്ദേഹം ഭൂമിയുടെ അടിയൊന്ന് കുഴിച്ചു. ഭൂമിയുടെ അടി കുഴിച്ചപ്പോൾ കണ്ടത് 4000 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഭൂമിയുടെ അടിഭാഗം കത്തുന്നു. വല്ലവർക്കും അറിയുന്നോ ഇങ്ങനെ ഒരു സംഭവം ബൈബിളിനകത്തുണ്ടെന്ന്? ഭൂമിക്കടിയിൽ കത്തുന്നുണ്ടെന്നോ, ഇരുമ്പ് നിക്കലുമുണ്ടെന്നോ, ലാവയുണ്ടെന്നോ, അത് പിന്നെ ഒരു സുപ്രഭാതത്തിൽ അഗ്നിപർവ്വത വിസ്ഫോടനമായിട്ട് വരുമെന്ന് വല്ലരും കണ്ടിട്ടുണ്ടോ? ഭൂമിക്കടിയിൽ ചൂടുണ്ടോ? റഷ്യൻ ശാസ്ത്രജ്ഞനായ വിക്ടർ എസോക്കോലോവ് കുഴിച്ചു നോക്കിയപ്പോൾ 4000 ഡിഗ്രി സെന്റിഗ്രേഡിനകത്ത് ഭൂമിക്കകത്ത് ലാവ കിടക്കുന്നു. അഥവാ കത്തിജ്വലിക്കുന്ന ഭൂമിയാ താഴെ 3 തട്ടുകളായി 80 കിലോമീറ്ററിൽ ക്രിസ്റ്റ്, അത് കഴിഞ്ഞ് വീണ്ടും മാൻഡിടുന്ന 2000 കിലോമീറ്റർ, 2000 കിലോമീറ്ററിന് താഴെ ടെക്ടോണിക് പ്ലേറ്റിന് അടിയിൽ ഇരുമ്പ് നിക്കലും ഭൂമിയുടെ അടിഭാഗം കത്തുന്നു വന്ന് സ്വർഗത്തിലെ ദൈവം ആർക്ക് വെളിപ്പെടുത്തി? പറയാം, മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന ഭക്തനായ ഒരു മനുഷ്യൻ. അദ്ദേഹം സയൻസ് എടുത്തില്ല, ഊർജ്ജതന്ത്രം എടുത്തില്ല, ഫിസിക്സ് എടുത്തില്ല, കെമിസ്ട്രി എടുത്തില്ല. ഭക്തനായ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി 100 കണ്ടുപിടുത്തങ്ങളെപ്പറ്റി സ്വർഗത്തിലെ ദൈവം അരുളപ്പാട് കൊടുത്തത് ഭക്തനായ ഇയ്യോബിന് വേണ്ടി. ഇയ്യോബ് എഴുതി വെച്ചിട്ടുണ്ടോ? ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ കത്ത്, ഭൂമിയുടെ അധോഭാഗത്ത് ലാവയുണ്ടാകും, ഭൂമിയുടെ അധോഭാഗത്ത് നിന്ന് അഗ്നിപർവ്വതം പൊട്ടുമെന്ന് എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഭൂമിയുടെ പുറത്ത് നമ്മൾ കപ്പ വെക്കുന്നു, കാച്ചിൽ വെക്കുന്നു, മരച്ചീനി വെക്കുന്നു, റബ്ബർ വെക്കുന്നു. പക്ഷേ ഈ അധോപാതകത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് ഇവിടുത്തെ ഒരു മതങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇവിടുത്തെ ഒരു ഇസങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഒരു ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്നതുപോലെ തിളച്ചു മറിയുന്നു. വായിക്കാൻ ദൈവദാസനെ ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം 5-ാമത്തെ വാക്യം. സയൻസും ബൈബിളുമായിട്ടുള്ള ബന്ധം ഈ പകൽക്കാല ശ്രദ്ധയോടെ ദൈവജനം കേൾക്കണം. ഇയ്യോബിന്റെ പുസ്തകം 28-5 ഭൂമിയുടെ അധോഭാഗം എന്തുകൊണ്ട് തിളച്ചു മറിയുന്നു? വായിക്കാം മക്കളെ. ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം.
ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു. കേട്ടോ, ഇതെല്ലാം ബൈബിൾ മനസ്സിലാക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഭൂമിയിൽ നിന്ന് ആഹാരം ഉണ്ടാക്കുന്നു. റബ്ബർ വെക്കുന്നു, മരച്ചീനി വെക്കുന്നു, കാച്ചിൽ വെക്കുന്നു, കപ്പ വെക്കുന്നു, വാഴക്കൂല വെക്കുന്നു. ഇതെല്ലാം ഭൂമിയിൽ നിന്നുണ്ടാകുന്നു. അതേ മലയാളിക്ക് അറിയാവൂ, അതേ ബൈബിൾ വായിക്കുന്നവൻ അറിയാവൂ. അതിന്റെ അടുത്ത വാക്യം ആരും വായിക്കത്തില്ല. അതിന്റെ അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട് ഭൂമിയുടെ. വായിച്ചിട്ട് കുഞ്ഞെ അടുത്ത വാക്യം. അതിന്റെ അധോഭാഗം, ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു. കണ്ടോ, അതിന്റെ അർത്ഥം ആ ഭൂമിയുടെ അടിയിൽ രണ്ട് കാര്യങ്ങളുണ്ട്, ഇരുമ്പും നിക്കല്. ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു. സജു ചാത്തന്നൂരല്ല ഇത് പറയുന്നത്. ഇന്ന് സയൻസ് പഠിപ്പിക്കുന്ന ശാസ്ത്രജ്ഞന്മാരോട് ചോദിക്കണം, ഭൂമിക്കടിയിൽ ചൂടുണ്ടോ, ഭൂമിക്കടിയിൽ ലാഭയുണ്ടോ, ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നുണ്ടോ? മക്കളെ, അതുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നത്, സയൻസ് ഒന്ന് വായിക്കണം, ഇന്റർനെറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. റഷ്യയുടെ ശാസ്ത്രജ്ഞൻ ഭൂമിക്കടിയിൽ കടലിൽ കൂടി ഒരു പരിവേഷണം ആരംഭിച്ചപ്പോൾ വിക്ടർ അശോകലോ ഇറക്കി ഒരു മാപിനിക്കകത്ത് ഭൂമിയുടെ അടിയിൽ നിന്ന് വന്ന ചൂട് 4000 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ എഴുതിയിരിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന തിരുവെഴുത്തിനകത്ത് ഏകദേശം 1600 വർഷം 40-ൽ പരം എഴുത്തുകാർ സയൻസോ ബൈബിളോ അറിയാതിരുന്ന കാലത്ത് ഭക്തനായ ഇയ്യോബിന് വേണ്ടി സ്വർഗം പറഞ്ഞു കൊടുത്തു. ഭൂമിക്കടിയിൽ ഹല്ലേലൂയ അധോഭാഗം ഇരുമ്പ് നിക്കലും കൊണ്ട് തിളച്ചു മറിയുന്നെങ്കിൽ ബൈബിളും സയൻസുമായിട്ട് എന്ത് ബന്ധമുണ്ട്? നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. നമ്പർ 1, സമുദ്രത്തിന്റെ അടിയിൽ കീഴ്ക്കുഴികൾ, ബൈബിളുമായിട്ടുള്ള ബന്ധത്തിൽ. നമ്പർ 2, ഭൂമിക്കടിയിൽ അഥവാ പാതാളത്തിൽ പ്രേതങ്ങൾ നൊന്ത് നടുങ്ങുന്നു. കെടാത്ത തീയും ചാകാത്ത പുഴുവും പോലെ, അഗ്നിദണ്ഡനം പോലെ ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു. നോബൽ പ്രൈസ് കിട്ടിയില്ലേല് മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന ഇയ്യോബ് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്ത മഹത്വവാനായ ദൈവം അവന് വേണ്ടി പ്രൊവൈഡ് ചെയ്തു. രണ്ടാമത്തെ കണ്ടുപിടുത്തം. മൂന്നാമത്തെ കണ്ടുപിടുത്തം, ഒരു നല്ല യഹൂദനുണ്ടായിരുന്നു. അവൻ്റെ പേര് തോമസ് ആൽവ എഡിസൺ. അവനായി ബൾബ് കണ്ടുപിടിച്ചത്. ചരിത്രവും സയൻസും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി പ്രയോജനം കിട്ടും. തോമസ് ആൽവ എഡിസണ് കുറച്ച് വിദ്യാഭ്യാസം കുറവായിരുന്നു. അവൻ ചില വാക്യങ്ങൾ വായിച്ചു. അതിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം വായിച്ചപ്പോൾ അവൻ്റെ ബുദ്ധി കത്തി. അവനിങ്ങനെ ചെറിയ ബാറ്ററിയൊക്കെ ഇത് ചെയ്ത് സർക്യൂട്ട് കൊണ്ട് തോമസ് ആൽവ എഡിസൺ ബൾബ് കത്തിക്കുവാൻ പോയി. ബൾബ് കത്തിക്കുവാൻ പോയപ്പോൾ അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. അവൻ ദാനിയേൽ പ്രവചനം വായിച്ചിട്ടാണ് ചരിത്രം പറയുന്നത്. എന്ത്, ഒരു ബൾബിനെ മാനുഫാക്ചർ ചെയ്യുന്നത് ആരാ? ഒരു ബൾബ് ഉണ്ടാക്കിയത് മലയാളിയാണോ ബൾബ് ഉണ്ടാക്കിയത്? തമിഴ്നാട്ടുകാരനാണോ ബൾബ് ഉണ്ടാക്കിയത്? മലയാളി ആകെ ഉണ്ടാക്കിയത്, ഞങ്ങളുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ചെങ്ങന്നൂക്കാരനായ കറിയാച്ചായൻ അമ്മാമ്മ വീട്ടിനകത്ത് തേങ്ങ പൊതിക്കാൻ വേണ്ടി എപ്പോഴും വഴക്കുണ്ടാക്കുന്നതുകൊണ്ട് എപ്പോഴും കൊടുവാളെടുക്കാതിരിക്കാൻ വേണ്ടി മലയാളി ആകെ ഉണ്ടാക്കിയത് കമ്പിപ്പാര തേങ്ങ പൊതിക്കാൻ വേണ്ടി. അവൻ ബൾബും ഉണ്ടാക്കിയിട്ടില്ല, മറ്റു കാര്യങ്ങളും ഉണ്ടാക്കിയില്ല. യഹൂദൻ്റെ പ്രത്യേകത ഇതാ, അവൻ ദൈവവചനം വായിക്കുമായിരുന്നു. 3 മതഗ്രന്ഥങ്ങളെ പറ്റി അറിയാമോ? അതിൽ യഹൂദൻ്റെ മഹത്വീകരിക്കപ്പെട്ട ഗ്രന്ഥമാ തൽമൂദ്. അതിനകത്ത് പ്രവാസകാലത്തിനകത്ത് ബാബേലിൽ അടിമപാലനായിരുന്ന ദാനിയേൽ ബാബിലോണ്യ പ്രവാസത്തിലിരിക്കുമ്പോൾ അവന് ദീർഘദർശനങ്ങളെ സ്വർഗത്തിലെ ദൈവം ദിവ്യാത്മാവിൽ അരുളപ്പാട് കൊടുക്കുമ്പോൾ ആരാ? ഈ തോമസ് ആൽവ എഡിസൺ ദാനിയേലിന്റെ പ്രവചനം വായിച്ചിട്ട് ഈ ബൾബ്, നമ്മുടെ മുൻപിൽ കാണുന്ന ബൾബ് ഉണ്ടാക്കിയത്. ബൈബിളിലെ ഏത് വാക്യമാണ് തോമസ് ആൽവ എഡിസന്റെ മനസ്സിനെ കോരിത്തരിപ്പിച്ചത്? അതുവഴിയ കാഴ്ചയും കേൾവിയും, അവൻ്റെ കേൾവി അല്പം കുറവായിരുന്നു, എങ്കിലും അവൻ പ്രയത്നത്തിൽ ഏർപ്പെട്ടു. അവൻ്റെ മുൻപിലിരിക്കുന്നത് തിരുവെഴുത്ത. മക്കളെ, ആകാശം മാറിയാൽ, ഭൂമി മാറിയാൽ, പ്രസംഗിക്കുന്നവൻ മാറിയാൽ, ഇവിടെ സഭകൾ വീണുപോയാൽ, കോവിഡിൽ അനേകം പേർ മരിച്ചാൽ, ഈ തിരുവെഴുത്തിന് യാതൊരു മാറ്റവുമില്ല. ബാബിലോണിയ പ്രവാസ്യത്തിനകത്ത് ഭക്തനായ ദാനിയേൽ എഴുതി വെച്ചു, അന്ത്യകാലത്ത് മനുഷ്യന് ജ്ഞാനം വർദ്ധിക്കും. ആ വാക്കിനെ പിടിച്ചുകൊണ്ട് ഒരുവൻ ബൾബുണ്ടാക്കി. അവൻ്റെ പേര് തോമസ് ആൽവ എഡിസൺ. ദൈവദാസനെ, ബൈബിളിനകത്ത് അങ്ങനെ ഒരു വാക്യമുണ്ടോ? ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 4-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 4-ാമത്തെ തിരുവെഴുത്ത് വായിച്ചട്ടെ. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 4-ാമത്തെ തിരുവെഴുത്ത്. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തെ മുദ്രയിടുക. പലരും ഇതിനെ പരിശോധിക്കും. നിന്റെ പ്രവചനങ്ങളെ ഞാൻ അടക്കം ഇപ്പൊ പരിശോധിക്കുന്നു. അടുത്തത്
ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും. ഈ ഒറ്റ വാക്കാണ് തോമസ് ആൽവാ എഡിസന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത്. എത്ര പേർക്ക് ഈ പ്രക്ഷേപണം കാണുമ്പോൾ ഒരുപക്ഷെ ലവ് ആർമിയിൽ ഉപവിഷ്ടരായിരിക്കുന്നവർ, ലോകമാസകല ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കളെ, സയന്റിഫിക് ഇക്വേഷൻ ഒന്നുമല്ല അതിനകത്ത് എഴുതിയിരുന്ന, അല്പം പഠിപ്പും ജ്ഞാനവും കൂടെ നിയമത്തിന്റെ ന്യായപ്രമാണത്തിന്റെ തിരുവെഴുത്തുമുള്ള കേൾവിക്കുറവുള്ള ഒരു ചെറുപ്പക്കാരനായ തോമസ് ആൽവാ എഡിസൺ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ അവനിലേക്ക് ജ്ഞാനം വർദ്ധിച്ചു. ആ ജ്ഞാനത്തിന്റെ പരിണത ഫലമായി അവൻ ദിവസങ്ങളെടുത്ത് ബൾബ് കത്തിക്കാൻ, അവന്റെ സഹോദരി പറഞ്ഞു, തോമസ് നിന്റെ ജീവിതത്തിൽ നിനക്ക് ബൾബ് കത്തിക്കാൻ കഴിയത്തില്ല. അപ്പൊ ആ സഹോദരിയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത് യഹോവയുടെ ന്യായപ്രമാണമാണ്. ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. സഹോദരിയോട് പറഞ്ഞു, അയ്യോ നീ പരാജയത്തിന് വാക്ക് പറയരുത്. തോമസ് ആൽവാ എഡിസന്റെ ചരിത്രം പഠിക്കുമ്പോൾ സ്വന്തം സഹോദരി തന്നെ അവന്റെ കണ്ടുപിടുത്തത്തിനെതിരായിരുന്നു. പക്ഷെ അവൻ സഹോദരങ്ങളെ കടത്തിവിട്ട് ദൈവത്തെ മുറുകെ പിടിച്ചപ്പോൾ ദാനിയേലിനോട് പറഞ്ഞ പ്രവചനം നിവർത്തിയായെങ്കിൽ ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ആരൊക്കെ നിനക്കെതിരെ പഴി പറഞ്ഞാലും, നിന്റെ സഹോദരങ്ങൾ നിന്റെ ഭാവിക്കെതിരെ പരാജയത്തിന്റെ വാക്ക് പറഞ്ഞാലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ആരാ നിന്റെ ഉപനിധി? നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന. അവൻ വാക്ക് മാറുന്ന ദൈവമല്ല. നിന്റെ ബലഹീനതയിൽ തോമസ് ആൽവാ എഡിസണ് നിന്റെ കേൾവി അല്പം കുറവെങ്കിലും, സയൻസിന്റെ പരിജ്ഞാനം അല്പം കുറവെങ്കിലും, ദാനിയേൽ എന്ന ദീർഘദർശിയോട് സ്വർഗം പറഞ്ഞ പ്രവചനം നിന്റെ അകത്ത് കൊണ്ടുവന്ന് ഒരു ബൾബിനെ പ്രകാശിപ്പിച്ചെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തിലുണ്ട്. ഊർജം പകർന്നുകൊണ്ട് അന്ത്യകാലത്ത് മനുഷ്യന്റെ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുവാൻ, ജ്ഞാനം വർദ്ധിപ്പിക്കുവാൻ കരുത്തുറ്റൊരു ദൈവത്തെയാ ആൽവാ എഡിസണെ നീ ആരാധിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് പകൽ വചനം മനസ്സിലാകുന്നു? കുഞ്ഞെ, നിന്റെ മുൻപിൽ പലരും മാറിപ്പോകും, നിന്റെ മുൻപിൽ പലരും പരാജയം പറയും. ആ ചരിത്രം വായിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ ഞെട്ടിപ്പോയി. തോമസ് ആൽവാ എഡിസൺ ബൾബ് കത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി പറഞ്ഞു, തോമസേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ബൾബ് നീ കത്തിക്കുമെന്ന്. അപ്പൊ തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്, തോമസ് ആൽവാ എഡിസൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനല്ല ഇതിന്റെ പിൻപിൽ, ഇതിന്റെ പിൻപിൽ ന്യായപ്രമാണത്തിന്റെ തിരുവെഴുത്തുകളാ, വിശുദ്ധ ബൈബിളിന്റെ തിരുവെഴുത്തുകൾ. മൂന്നാമത്തെ ഭാഗം, തോമസ് ആൽവാ എഡിസൺ ബൾബ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദാനിയേൽ പ്രവചനം 12:4. ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് ബാബിലോണിയ പ്രവാസത്തിനകത്ത് അടിമബാലനായി കിടക്കുന്ന ദാനിയേൽ തൻ്റെ പ്രവാസ ജീവിതം അവസാനിക്കുമ്പോൾ കാലാന്തരത്തിൽ ഓഹരി പ്രാപിക്കുവാൻ എഴുന്നേറ്റ് വരുവാൻ ദാനിയേൽ 12:2 നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും എഴുന്നേൽക്കുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ നിവർത്തി പ്രകാരം പ്രിയപ്പെട്ട ദൈവമക്കളെ, മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ മനസ്സിലാക്കേണ്ടത്? അവനോട് സ്വർഗം പറഞ്ഞു, നിന്റെ പ്രവചനങ്ങളെ മുദ്രയിട്ട് കാക്കുക, കാലാന്തരത്തിൽ ഓഹരി പ്രാപിക്കേണ്ടതിന് നീ എഴുന്നേറ്റ് വരിക, അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കുക. തോമസ് ആൽവാ എഡിസന്റെ പിൻപിലായിരിക്കുന്നത് കൃത്യമായി രേഖപ്പെടുത്തുന്നത് ദാനിയേലിന്റെ പ്രവചനം. ഇനി നമുക്ക് നാലാമത്തെ കണ്ടുപിടുത്തത്തിലേക്ക് പോകാം. എന്താ നാലാമത്തെ കണ്ടുപിടുത്തം? നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ന് നെട്ടുന്നു. കൽക്കരിയില്ല, വൈദ്യുതി പ്രതിസന്ധി വരാൻ പോകുന്നു, ഇലക്ട്രിസിറ്റി ഇല്ലാതെ ബുദ്ധിമുട്ടാൻ പോകുന്നു. ഉത്തർപ്രദേശിൽ താപനിലയങ്ങൾ അടിച്ചു, അത് കഴിഞ്ഞിട്ട് ഛത്തീസ്ഗഡിൽ താപനിലയം അടച്ചു, ഡൽഹിയിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു, ഏത് സമയം കറണ്ട് കട്ടാവ്. കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് മിന്നാമിനുങ്ങൻ്റെ നുറുങ്ങുവട്ടം പോലെ 20 മിനിറ്റ് കേരളക്കാരും കറണ്ട് കട്ട് ചെയ്തു തുടങ്ങി. അങ്ങനെയെങ്കിൽ ബൈബിളും ഇലക്ട്രിസിറ്റിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എത്ര പേർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും? ബൈബിളും ഇലക്ട്രിസിറ്റിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആരൊക്കെ ഇത് മനസ്സിലാക്കുന്നു? അഥവാ വെള്ളത്തെ തടഞ്ഞു നിർത്തി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുമെന്ന് ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ബൈബിളും കണ്ടുപിടിച്ചു. പിന്നത്തതില കൽക്കരി, പിന്നത്തില സോളാർ. പക്ഷെ അതിനു മുമ്പ് ആദിമകാലത്ത് എങ്ങനെ ഇലക്ട്രിസിറ്റി ഉണ്ടായി ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഈ യേശുവിൻ്റെ വചനം തെറ്റാണെന്ന് ബൈബിൾ ഉപദേശിയുടെ വയറ്റിപ്പിടപ്പിനാന്നും ഇത് നിരീശ്വരവാദികൾ തള്ളിക്കളയുമ്പോൾ ഇതിനകത്ത് ലോകത്തിലെ കണ്ടുപിടുത്തം മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി എവിടുന്നുണ്ടായി? ഞാൻ അതാ പറഞ്ഞ യോബിൻ്റെ 100 കണ്ടുപിടുത്തങ്ങൾ 7 ദിനം പ്രസംഗിച്ചാലും തീരത്തില്ല. മനസ്സാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന ഭക്തനായ യോബ് ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം യോബിനോട് പറഞ്ഞത്, വെള്ളത്തെ തടഞ്ഞു നിർത്തി
ഹല്ലേലൂയ. വെള്ളത്തെ തടഞ്ഞു നിർത്തി ഡാം ഉണ്ടാക്കി ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ബൈബിളിനകത്ത് അങ്ങനെ ഒരു കാര്യമുണ്ടോ? ദൈവമക്കളെ, വായിക്കുന്ന ദൈവത്തിന്റെ ദാസൻ, ഇത് പഠിക്കുന്നവർക്കെല്ലാം പ്രസംഗിക്കാൻ പറ്റും. നിങ്ങൾ അനേകം പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ബൈബിള് സയൻസും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം. വായിക്കാം ഇയ്യോബിന്റെ പുസ്തകം, അതിന്റെ 28-ാം അധ്യായം, അതിന്റെ 11-ാമത്തെ വാക്യം വീണ്ടും എഴുതിയിട്ടുണ്ട്. ഡാമുകൾ ഉണ്ടാകുമോ, വെളിച്ചം പരക്കുമോ? ഇയ്യോബിന്റെ പുസ്തകം 28-11 വാക്യം വായിച്ചാട്ടെ. അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തുന്നു. കണ്ടോ, ഇതിന്റെ പേരാ മുല്ലപ്പെരിയാർ ഡാം, ഇടുക്കി ഡാം, പക്രാനങ്കൽ ഡാം, പന്നിയാർ ജലവൈദ്യുത പദ്ധതി. ഇതെല്ലാം ഇതാ നീരൊഴുക്കുകളെ ചോരാതെ തടഞ്ഞു നിർത്തുന്നു. ഇതിന്റെ പേരാ ഡാം. അടുത്ത വാക്യം വായിച്ചാട്ട് മോനെ. അടുത്തത് അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. മറഞ്ഞിരിക്കുന്നതിനെ അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ഇതിന്റെ പേരാ ഇലക്ട്രിസിറ്റിയെ പ്രൊവൈഡ് ചെയ്യുക. സാധാരണ വ്യക്തിയല്ല ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ഏവർക്കും അറിയാമോ, ഇവിടുത്തെ മുല്ലപ്പെരിയാർ ഡാം ആരാ ഉണ്ടാക്കിയത്? ഇന്ന് കേരളവും തമിഴ്നാടുമുള്ള തർക്കത്തിൽ കിടക്കുക. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഈ മുല്ലപ്പെരിയാർ ഡാം ആരാ ഉണ്ടാക്കിയത്? ഇംഗ്ലീഷുകാർ. സ്തോത്രം. അവർ അന്ന് ബൈബിൾ വായിക്കുമായിരുന്നു. മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന ഇയ്യോബ് എഴുതി വെച്ചു, അവർ നീരൊഴുക്കുകളെ തടഞ്ഞു നിർത്തും. അതിൻ്റെ പേരാ ഇംഗ്ലീഷിൽ ഡാം. ആ വെള്ളം കൊണ്ട് ജനറേറ്ററിനെ കറക്കുമ്പോൾ, മൂലമറ്റത്തും ഇടുക്കിയിലും ടർബൈൻ കറങ്ങുമ്പോൾ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇലക്ട്രിസിറ്റി ഗുപ്തമായതിന് വെളിച്ചത്തെ കിട്ടുമെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്തുണ്ട്. വെള്ളം തടഞ്ഞു നിർത്തിക്കൊണ്ട് റിയാക്ടറുകളെ കറക്കിക്കൊണ്ട് ഇലക്ട്രിസിറ്റി ലഭിക്കുമെന്ന് എത്ര പേർക്ക് കാര്യം ഇന്ന് പകലിൽ മനസ്സിലാകുന്നു? ഇതും ബൈബിള് ശാസ്ത്രമായിട്ടുള്ള ബന്ധം. ആരാ? മനസാക്ഷി യുഗത്തിനകത്ത് ജീവിച്ചിരുന്ന ഭക്തനായ ഇയ്യോബ് മുട്ടുമടക്കി ഊസ്ദേശത്ത് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയത്തില്ലേ? ആടുമാടുകൾ പോയി ഭാര്യ കുറ്റം പറഞ്ഞു. എലീഫസും ബിന്ദാദുമല്ല അവനോട് പറഞ്ഞു, നീ സുവിശേഷ പ്രസംഗം നിർത്ത്, ഉപവാസം അവസാനിപ്പിക്കുക. എന്നാൽ അവൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കുമെന്ന്. ഈ കാണുന്നത് മസ്കറ്റിന്റെ ദേശം, ഊസ് ദേശം താൽക്കാലികമെന്ന്, എനിക്ക് നിത്യതയിൽ ഒരു വീടുണ്ടെന്ന് അവൻ വ്യക്തമായി ദൈവസന്നിധി ആലോചന പറയുമ്പോൾ, ആ ഗോചരമായത് ഗുപ്തമായതിനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്താ വെളിപ്പെടുത്തി കൊടുത്തത്? ഭൂമിയുടെ ഹല്ലേലൂയ ഒരു ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തെ അണ പോലെ കെട്ടി നിർത്തിയ റിയാക്ടറുകളെ കറക്കിക്കൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇലക്ട്രിസിറ്റി എവിടെ നിന്ന് വന്നു? സാധാരണക്കാരനല്ല ഡാം പണിഞ്ഞത്. ഇടുക്കി ഡാം, മുല്ലപ്പെരിയാർ ഡാം, ചെങ്കുളവും പന്നിയാറും എല്ലാം പണിഞ്ഞത് ഇംഗ്ലീഷുകാരനെങ്കിൽ അവൻ അന്നത്തെ ബൈബിൾ വായിക്കുമായിരുന്നു. മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന ഇയ്യോബിന്റെ വചനം എടുത്ത് വായിച്ചപ്പോൾ അവൻ മുല്ലപ്പെരിയാർ കെട്ടിയെങ്കിൽ ഇന്നേക്ക് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് മസ്കറ്റിലെ സലാലയിൽ ഒടുക്കലത്തെ ശ്വാസം വരെ സ്വർഗത്തിന് വേണ്ടി പകർന്നു കൊടുത്ത ഇയ്യോബിന്റെ വചനം നിങ്ങളുടെ കണ്ണിന് മുൻപിൽ നിവർത്തിയായത് ഇന്ന് പകൽക്കാലം കാണുമ്പോൾ, ലോകമാസകലം കാണുമ്പോൾ കൃപ പ്രാപിച്ച ദൈവ പൈതൽ പറയണം, നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിപ്പാനുള്ളത്. 1-ാം ഘട്ടം നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് സഭയോ മേലാൽ സംഭവിപ്പാനുള്ളത്. യോഹന്നാനെ പത്മോസിൽ കാണിക്കുമ്പോൾ നിനക്ക് മുമ്പായി പ്രവാചകന്മാർ രേഖപ്പെടുത്തിയ അരുളപ്പാടുകൾ മുഴുവൻ ഈ തലമുറ കണ്ടു കഴിഞ്ഞു. എന്തുകൊണ്ട് സജുജാത്തന്നൂർ ഇത് പ്രസംഗിക്കുന്നു? 95% ബൈബിളിലെ പ്രവചനങ്ങളും നിവർത്തിച്ച് കണ്ട ഒരു തലമുറയാണ് നമ്മുടെ തലമുറ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നത്, ഈ തലമുറയിൽ എൻ്റെ കർത്താവ് മധ്യാകാശത്തിൽ വരും. 95% പ്രവചനങ്ങളും ബൈബിളിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇന്നത്തെ പ്രവചനങ്ങൾ. ആ പ്രവചനങ്ങളിനകത്ത് ഏകദേശം എല്ലാ പ്രവചനങ്ങളും നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തീർന്നില്ല. 3 കാര്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിച്ചു. 1, സമുദ്രത്തിനടിയിൽ എണ്ണക്കിണർ. അതിനുശേഷം ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളയ്ക്കുന്നു. 3-ാമത്തെ കാര്യം, തോമസ് ആൽവ എഡിസന്റെ കണ്ടുപിടുത്തം. സയൻസ് ബൈബിൾ കൂടി. തീർന്നില്ല. വെള്ളത്തെ തടഞ്ഞു നിർത്തി ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാമെന്ന് ബൈബിളിനകത്ത് ടെക്നോളജി ഇംഗ്ലീഷുകാരനെടുത്തപ്പോൾ മുല്ലപ്പെരിയാറും ഇടുക്കിയും ഡാമും. തീർന്നില്ല. ലോകവ്യാപകമായി പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകവ്യാപകമായി പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്
ഏത് കാര്യത്തിലും മനുഷ്യൻ്റെ ഒപ്പായിട്ടുകൊണ്ടിരുന്നത് സിഗ്നേച്ചർ. അത് മാറി ഇന്ന് നമ്മൾക്ക് ഏറ്റവും നല്ലത് കൈമുദ്ര, തമ്പ് ഇംപ്രഷൻ. ബാങ്കിൽ ചെന്നാൽ അക്കൗണ്ട് തുറക്കാൻ ഒപ്പ് വേണ്ട, റേഷൻ കടയിൽ ചെന്നാൽ റേഷൻ മേടിക്കാൻ ഒപ്പ് വേണ്ട, അത് കഴിഞ്ഞിട്ട് മൊബൈൽ ഒന്ന് കണക്ട് ചെയ്യാൻ സിം കാർഡിന് പേപ്പറില്ല, ഒരു എടുക്കുന്നതിനെല്ലാം കൈ ഒപ്പിട്ട് കൊടുത്താൽ മതി. ബൈബിളിനകത്തുണ്ടോ മനുഷ്യൻ്റെ എല്ലാം കൈ ഒപ്പിടും? ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? ലോക ജനസംഖ്യ 800 കോടി ജനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കേവർക്കും അറിയാം, ഇന്ന് മനുഷ്യൻ്റെ സിഗ്നേച്ചർ ആർക്കും വാലിഡ് അല്ല. അവർക്ക് സിഗ്നേച്ചർ വേണ്ട. ബാങ്കിൽ ചെന്നാലും കൈമുദ്രയിടണം. തീർന്നില്ല, എയർപോർട്ടിൽ ചെന്നാൽ കൈമുദ്രയിടണം, കോവിഡ് വാക്സിൻ എടുക്കാൻ ചെന്നാൽ കൈമുദ്രയിടണം, റേഷൻ മേടിക്കാൻ ചെന്നാൽ കൈമുദ്രയിടണം. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ കൈ മുദ്രയിടുമോ? ഈ ലോകത്തിൽ 800 കോടി ജനം പെരുതുന്നു. 1.5 ഇഞ്ച് വലിപ്പമാണ് നമ്മുടെ പെരുവിരലിന്. അങ്ങനെയെങ്കിൽ സിഗ്നേച്ചറുകൾ കള്ളയൊപ്പിടാം. കള്ളയൊപ്പിട്ട് ഏത് രീതിയിലും മുൻപോട്ട് പോകാം. അതും സയൻസ് മാറ്റി ഇപ്പോൾ വന്നിരിക്കുന്നു, മനുഷ്യൻ്റെ കൈ മുദ്രയിടാം. ബൈബിളിനകത്ത് അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് മനസാക്ഷി യുഗത്തിൽ. അമേരിക്കയിൽ ജോൺ എഫ് കെന്നഡി, അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അമേരിക്കയിലെ ആർമിക്കാർക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് കൈ മുദ്രയിടാൻ. അമേരിക്കയിലെ ആർമി മിലിറ്ററി ജോലി ചെയ്യുന്നവർ എവിടെയെന്ന് തിരിച്ചറിയുവാൻ ഇത് മുദ്രയിടാൻ പറ്റും. തീർന്നില്ല. അടുത്ത വാക്യം ഞാൻ പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഇംഗ്ലീഷിൽ എന്ന് പറയുന്നു, ആഫ്റ്റർ ആധാർ വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. ലോകം വിരൽ തുമ്പിൽ, കൈക്കകത്ത് ഒപ്പിട്ട് കാര്യങ്ങളെ നിവർത്തിക്കാം. ലോകം വിരൽത്തുമ്പിൽ. ഇന്ന് ആയുഷ്മാൻ ഭാരത് അഥവാ സകല മനുഷ്യനും ഇൻഷുറൻസ് വരുമ്പോൾ കണ്ടോ, ആധാറും വിരലടയാളവും ബൈബിളിനകത്തുണ്ടോ? 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ശ്രീ മൻമോഹൻ സിംഗ് ആധാർ കൊണ്ടുവന്നു. പ്രിയപ്പെട്ട ദൈവ മക്കളെ, ആധാർ പോയില്ലേ? ഇന്ന് ആധാർ വേണ്ട, വിരലടയാളം. ഇതാ ബൈബിൾ പറയുന്നത്, വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. ലോകം വിരൽ തുമ്പിനകത്ത്. ബൈബിള് ശാസ്ത്രമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതെല്ലാം ഇയ്യോബിന്റെ കണ്ടുപിടുത്തം. എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? ബൈബിള് ശാസ്ത്രമായിട്ടുള്ള ബന്ധം. സകല മനുഷ്യന്റെ കൈമുദ്രയിട്. എയർപോർട്ടിൽ കൈ, സീപോർട്ടിൽ കൈ, റേഷൻ കടയിൽ കൈ, ബാങ്കിൽ കൈ, ടെലിഫോണിൽ കൈ, കോവിഡ് വാക്സിനിൽ കൈ. എന്തിനും കൈമുദ്രയിടുന്ന ഒരു കാലം ബൈബിളിനകത്തുണ്ടോ? ദൈവത്തിന്റെ ദാസനെ നാട്ടുകാർ കേൾക്കട്ടെ, ഈ ബൈബിള് ശാസ്ത്രവുമായിട്ട് ബന്ധമുണ്ടോ? ഇതൊരു മതഗ്രന്ഥമാണോ? ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗത്തിന്റെ തിരുവെഴുത്തെന്ന് ലോകം മനസ്സിലാക്കട്ടെ. വായിക്കാം ഇയ്യോബിന്റെ പുസ്തകം 37 7-ാമത്തെ വാക്യം. ഇയ്യോബ് 37 7-ാമത്തെ വാക്യം. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. ഒപ്പ് വേണ്ട അമ്മാമേ, ഒപ്പ് വേണ്ട അപ്പച്ച. ക്ഷേമ പെൻഷൻ മേടിക്കണോ? വാർദ്ധക്യകാല പെൻഷൻ മേടിക്കണോ? മൊബൈൽ മേടിക്കണോ? കൈ ഒന്ന് പ്രതലത്തിൽ വെച്ചാ പോരെ? ടച്ചിങ് പ്രതലിനകത്ത് ഒപ്പ് മാറിപ്പോകും. മനുഷ്യന്റെ കൈ മുദ്ര 1.5 ഇഞ്ച് പെരുവരലിന്റെ മുദ്ര കൊണ്ട് എയർപോർട്ടിലെ വാതിൽ തുറക്ക്. അത് മാത്രമല്ല, കോവിഡ് വാക്സിനകത്ത് കയറുമ്പോൾ കൈമുദ്ര, സിം കാർഡ് എടുക്കാൻ കൈമുദ്ര, റേഷൻ മേടിക്കാൻ കൈമുദ്ര, ബാങ്കിനകത്ത് കൈമുദ്ര. ഇന്ന് പകല് രാത്രിയുമായി വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇതാണ് ബൈബിളിന്റെ വചനത്തിന്റെ നൈർമല്യത. ഇതാ ബൈബിളിന്റെ തെളിവ്. ഇന്നേക്ക് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭക്തനായ ഇയ്യോബ് ഊസ്ദേശത്ത് പാർക്കുമ്പോൾ സ്വർഗം കാലത്തിന്റെ അന്ത്യത്തിൽ താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും അറിയുവാൻ തക്കവണ്ണം സകല മനുഷ്യന്റെയും കൈമുദ്രയിടുന്നു. എന്തുകൊണ്ടാ ഞാൻ ഈ ഘോരം അന്ത്യകാലത്തിന്റെ പ്രഭാഷണം, അനുഗ്രഹത്തിന്റെ പ്രഭാഷണം പറയാതെ? മക്കളെ, ഇതെല്ലാം പറയാൻ ദൈവത്തിന്റെ ആത്മാവ്
പ്രാർത്ഥിക്കുമ്പോൾ ബലപ്പെടുന്നത് കൊണ്ട് നോട്ട്സ് തയ്യാറാക്കി പ്രസംഗിക്കുന്നത്. ആധാർ വേണ്ട, വിരലടയാളം പതിക്കുമ്പോൾ നമ്മുടെ ആധാർ വരുന്നു, പാൻ കാർഡ് വരുന്നു, NPR വരുന്നു, കോവിഡ് വാക്സിന്റെ സർട്ടിഫിക്കറ്റ് വരെ വരുന്നു. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും എവിടെയെന്നറിയുവാൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. അമേരിക്കക്കാരൻ മുദ്രയിടുന്നു, മലയാളി മുദ്രയിടുന്നു, ഇസ്രയേലുകാരൻ മുദ്രയിടുന്നു, അറബി മുദ്രയിടുന്നു, ആര്യൻ മുദ്രയിടുന്നു, ദ്രാവിഡൻ മുദ്രയിടുന്നു, ജൈനൻ മുദ്രയിടുന്നു. മക്കളെ, എന്നെ കണ്ടാൽ, ജിബിയെ കണ്ടാൽ, ജോസഫിനെ കണ്ടാൽ, അല്ലെങ്കിൽ എബിനെ കണ്ടാൽ ഞങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കുകയാ. അങ്ങനെയെങ്കിൽ ഇന്ന് പല അവയവങ്ങളെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, കണ്ണ് വരെ മാറ്റാം, ലിവർ മാറ്റാം, ഇതെല്ലാം മാറ്റാം. എന്നാൽ മനുഷ്യന്റെ കൈക്കകത്തുള്ള കൈരേഖ മാറ്റുവാൻ ഒരു ശാസ്ത്രത്തിനും കഴിയത്തില്ല. ഈ കൈരേഖ എവിടെ വരച്ചു? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് അവന്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, ഇന്ന് പകൽ പറയണം, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവന്റെ കണ്ണ് എന്നെ ദർശിച്ചെങ്കിൽ, പിണ്ടാകാരമായിരുന്നപ്പോൾ ഹല്ലേലൂയ അവന്റെ കണ്ണെന്നെ ദർശിച്ചെങ്കിൽ, അസ്ഥി കൂടെ ലോകത്തിന് മറവായിരുന്നപ്പോൾ അവന്റെ കണ്ണെന്നെ ദർശിച്ചെങ്കിൽ, എന്റെ കൈക്കകത്ത് രേഖ വരച്ചവനാ ഞാൻ ആരാധിക്കുന്ന സർവശക്തനായ ദൈവം. ഒരന്ത്യകാല പ്രഭാഷമെങ്കിലും ഇത് ദൈവമക്കൾ കേൾക്കുമ്പോൾ, ഒരുപക്ഷെ വീട്ടിലോ ജോലി സ്ഥലത്തോ ഒക്കെ കേൾക്കുമ്പോൾ, സത്യസുവിശേഷം കേൾക്കുമ്പോൾ കൈയൊന്ന് ഉയർത്തി പറയണം, എൻ്റെ കൈക്കകത്ത് രേഖ വരച്ചവനാ സർവശക്തനായ ദൈവം. ആ ദൈവം അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലും പൊടിയത്തില്ല. എത്ര പേർക്ക് ഇന്ന് പകൽ ദൂത് മനസ്സിലാകുന്നു? കുഞ്ഞെ, നിൻ്റെ ഭാരം എത്ര വലുതായാലും, നിൻ്റെ പ്രശ്നം എത്ര വലുതായാലും, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു പൈതൽ ഉരുവാകുന്നതിന് മുമ്പ് അവൻ നിന്നെ കണ്ടിരുന്നു. പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചു. നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം അവൻ ഒരുക്കിയെങ്കിൽ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കിയെങ്കിൽ, മകനെ മകളെ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ കണ്ടവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് 1.5 ഇഞ്ചിൻ്റെ പെരുവരലിനകത്തുള്ള കൈരേഖ, ബയോമെട്രിക് സംവിധാനത്തിനകത്ത് ഇന്ന് ആധാറുമായിട്ട് ലിങ്ക്, മൊബൈലുമായിട്ട് ലിങ്ക്, റേഷൻ കാർഡുമായിട്ട് ലിങ്ക്, റേഷനുമായിട്ട് ലിങ്ക്, ബയോ വാക്സിനുമായിട്ട് ലിങ്ക് എങ്കിൽ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിൻ്റെ ഹല്ലേലൂയ പ്രവചനങ്ങളുടെ ഏടുകളിൽ ഭക്തനായ ഇയ്യോബ് രേഖപ്പെടുത്തിയിരിക്കുന്നു, താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും എവിടെയെന്നറിയുവാൻ സകല മനുഷ്യൻ്റെയും കൈമുദ്രയിടുന്നു. 5 സയന്റിഫിക് കണ്ടുപിടുത്തങ്ങൾ നാം ദൈവവചനത്തിൽ ചിന്തിച്ചു. 5 സയന്റിഫിക് കണ്ടുപിടുത്തങ്ങൾ കൂടി പറയുമ്പോൾ ഈ പ്രഭാഷണം അവസാനിപ്പിക്കും. ബൈബിളിൻ്റെ തനിമ: 1, ഓയിൽ അഥവാ ക്രൂഡ് ഓയിൽ ബൈബിൾ. 2, ഭൂമിയുടെ അധോഭാഗത്ത് ലാവ. 3, വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആൽവ എഡിസൺ ബൈബിൾ, ദാനിയേൽ പ്രവചനം. അതിന് കഴിഞ്ഞ് 4-ാമത്തെ ഭാഗമായി നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായില്ലയോ, വെള്ളത്തെ തടഞ്ഞു നിർത്തി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. 5, താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യന്റെ കൈ മുദ്രയിടുന്നു. തീർന്നില്ല. ആറ്റമായുധം പൊട്ടുമോ? സയൻസ് ക്ലിയർ ആണോ? ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്ലീഹന്മാരിൽ ഒരുവനായ പത്രോസ് സ്ലീഹ, എത്ര പേർക്ക് കാര്യം അറിയാം? പടകും വലയും വിട്ടിറങ്ങി തിരിച്ച പത്രോസ് സ്ലീഹ, സ്വർഗത്തിലെ ദൈവം അവനോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്രനെ നിങ്ങൾ ആരെന്ന് വിളിക്കപ്പെടും? പടകിൽ നിന്ന് ചാടിയിറങ്ങിയ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പത്രോസേ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. അവനോട് സ്വർഗം പറയുന്നുണ്ട്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പുതിയ നിയമസഭയുടെ ഉദ്ഘാടക പ്രസംഗകനായ പത്രോസ് സ്ലീഹ ലേഖനങ്ങൾ 2 എഴുതുന്നു അന്ത്യകാലത്തെ പറ്റി. 1 പത്രോസും 2 പത്രോസും. എത്ര പേർക്ക് ആഴമേറിയ പ്രവചനത്തിന്റെ നിവർത്തി അറിയാം? മക്കളെ, പടകും വലയും വിട്ടിറങ്ങിയ പത്രോസ് അന്ത്യകാലത്തെങ്കിൽ ഒരു കാര്യം എഴുതി, ആറ്റം പൊട്ടും. അങ്ങനെ പൊട്ടുമോ?
1939 മുതൽ 1945 വരെ രണ്ടാം ലോക മഹായുദ്ധം ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് ജപ്പാനെ തകർക്കുമ്പോൾ മനസ്സിലാക്കണം ഏറ്റവും നിർണായകമായ കാര്യം, അന്ന് അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റി ചരിത്രം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, ടിക്കോ ഫെർമി, ആ ടിക്കോ ഫെർമി ആറ്റമായുധം ഉണ്ടാക്കാൻ പോയി. ആറ്റത്തിന്റെ 3 ഘടകങ്ങൾ, പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും, 40 80 ശാസ്ത്രജ്ഞന്മാർ രാവും പകലും ചിക്കാഗോ സർവകലാശാലയ്ക്കകത്ത് പരീക്ഷണം നടത്തുക. സയൻസ് മനസ്സിലാക്കണം, ആറ്റത്തെ പൊട്ടിക്കാൻ നോക്കി. 40 പേർ പകൽ, 40 പേർ രാത്രിയിൽ പരീക്ഷണം. അങ്ങനെ ഇരിക്കുമ്പോൾ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നു, ജപ്പാൻ മുന്നേറുന്നു. ആ കാലഘട്ടത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നു, ടിക്കോ ഫെർമിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ആറ്റം ബോംബ് ഉണ്ടാക്കണം. ആരാ ടിക്കോ ഫെർമി? ഒരു യഹൂദൻ. അങ്ങനെയെങ്കിൽ സിന്തറ്റിക് സ്റ്റാർച്ചിൽ നിന്ന് TNT ഉണ്ടാക്കിയ ചിയാംബേസ്മെന്റ് അതേ പിൻതലമുറക്കാരൻ. അന്ന് രാത്രി ബൈബിൾ എടുത്തു, അവൻ വായിച്ചു ബൈബിളിന്റെ പ്രവചനം. ഏതാ വായിച്ചത്? പത്രോസ്ലീഹായുടെ പ്രവചനം. ഒന്ന് വായിച്ചാട്ടെ കുഞ്ഞെ. പത്രോസ് എഴുതിയിട്ടുണ്ടോ? ആറ്റമായുധം പൊട്ടു. ബൈബിളിൽ നിന്ന് ആറ്റത്തിന്റെ വിസ്ഫോടനം അഥവാ ആറ്റമിക് എക്സ്പ്ലോഷൻ. വായിച്ചാട്ടെ ജോസഫ് കുട്ടി. ബൈബിളിനകത്ത് ആറ്റം പൊട്ടുമെന്ന് എഴുതിയിട്ടുണ്ടോ? 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ തിരുവചനം. ബൈബിളും ചരിത്രവുമായിട്ടുള്ള ബന്ധം. 2 പത്രോസ് 3-ാം അധ്യായം 10-ാമത്തെ തിരുവെഴുത്ത്. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. എൻഡ് ഓഫ് ദ വേൾഡ്. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അടുത്തത്, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അച്ചായമ്മ, ഇന്നത്തെ ആകാശമെല്ലാം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അടുത്തത്, മൂലപദാർത്ഥങ്ങൾ കത്തി അഴുകയും. മൂലപദാർത്ഥം കത്ത്. മൂലപദാർത്ഥം ഒരാറ്റത്തിന്റെ ചെറിയ ഘടന, അതിന്റെ ആറ്റത്തിന്റെ നോർമൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണികാഗണം ആറ്റം. മൂലപദാർത്ഥം കത്തുകയും. വായിക്കട്ടെ മോനെ. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുക. 1945 മുമ്പ് ഒരു സയൻസ് പ്രസംഗിക്കുന്ന, ഒരു ബൈബിൾ പ്രസംഗിക്കുന്ന ഉപദേശി പ്രസംഗിച്ച നാട്ടുകാർ പറയും എന്തോ അമ്മൂമ്മ കഥ പറയുമായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയണം, കാര്യം മനസ്സിലാക്കണം, ഇതാ ബൈബിളിന്റെ പ്രവചനത്തിന്റെ തിരുവെഴുത്ത്, ബൈബിൾ പ്രവചനത്തിന്റെ നിർമ്മലത. 40 ശാസ്ത്രജ്ഞന്മാരും 80 ശാസ്ത്രജ്ഞന്മാരുമായിട്ട് രാത്രി പരീക്ഷണം തുടങ്ങി. സമയമില്ലെങ്കിൽ ഞാൻ ഒരു വാക്ക് പറയുക. അന്ന് എന്താ നടന്നതെന്നറിയാമോ? പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, മനസ്സിലാക്കണം, അന്ന് എന്ത് നടന്നു? രാത്രിയിൽ പ്രോട്ടോണും ഇലക്ട്രോണും ഒരുമിച്ചു. അതിനുശേഷം ഇലക്ട്രിസിറ്റി കടത്തിവെട്ടിയപ്പോൾ ചിക്കാഗോ യൂണിവേഴ്സിറ്റി കത്തി. ചിക്കാഗോ യൂണിവേഴ്സിറ്റി കത്തിയപ്പോൾ ശാസ്ത്രജ്ഞന്മാരെ കോട്ടിന് തീ പിടിച്ചു. അവിടെ ഫയർ എഞ്ചിനുകൾ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലേക്ക് ആർത്തലച്ചു വരുമ്പോൾ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ടിക്കോ ഫെർമി ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, ശാസ്ത്രം തോറ്റു, ബൈബിൾ ജയിച്ചു, ഞങ്ങൾ ആറ്റത്തെ വിഭജിച്ചു. ആ ആറ്റമാ 1945 മുൻപിൽ സജു ചാത്തന്നൂർ ഉണ്ടായിരുന്ന പ്രസംഗിച്ചെങ്കിൽ എല്ലാവരും എന്നെ ശരിയാക്കിയേനെ. പക്ഷെ 1945 ഓഗസ്റ്റ് 6-8 ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ്, എനാഗുളയും ലിറ്റിൽ ബോയും ആറ്റം ബോംബ് അവിടെ കൊണ്ട് വിതറിയെങ്കിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്ലീഹന്മാരിൽ ഒരുവനായ അപ്പോസ്തലനായ പത്രോസ് പടകും വലയും വിട്ടിറങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ആറ്റം പൊട്ടുമെന്ന് സ്ലീഹനായ പത്രോസിനോട് പറഞ്ഞ ശാസ്ത്രീയ പ്രവചനങ്ങൾ നിവർത്തിയായെങ്കിൽ ഇന്ന് പകലും രാത്രിയും വചനം കാണുന്നവരെ, ആകാശം മാറിയാല്, ഭൂമി മാറിയാല്, പർവ്വതങ്ങൾ മാറിയാല്, കുന്നുകൾ വീണുപോയാല്, നക്ഷത്രങ്ങൾ പൊട്ടിയാല്, മാറാത്തതെന്നേ ഉള്ളൂ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം. നിങ്ങൾ അമേരിക്കയിലായാലും റഷ്യയിലായാലും ഗൾഫ് രാജ്യങ്ങളായാലും ഇന്ത്യയിലെ ഏത് പട്ടണങ്ങളിലായാലും ചങ്ക് കീറി ഒരു ദൈവദാസനാകുന്ന ഞാൻ പറയുന്നത്, മക്കളെ ഇത്രത്തോളം പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നു, ഇത്രത്തോളം ചരിത്രവും സയൻസും ബേസ് ചെയ്യാൻ കൃപ തന്നു.
ഇതെൻ്റെ ഉള്ളിൽ പകർന്നു തന്നത് പരിശുദ്ധാത്മാവെങ്കിൽ വചനത്തിൽ കൂടി ഷെയർ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞുങ്ങളെങ്കിലും ഇത് കേട്ട് പ്രസംഗിക്കാനിടയാകും. സജു ചാത്തന്നൂരിൻ്റെ ആഗ്രഹം എൻ്റെ പേരെന്നല്ല, ഇത് കേട്ട് നോട്ട് ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങൾ ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന തിരുവചനമെടുത്ത് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാനിടയാകുക. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പടകും വലയും വിട്ട് ഹല്ലേലൂയ പെരുങ്കാറ്റും കൊടുങ്കാറ്റ് പടകിനകത്ത് ആഞ്ഞടിക്കുമ്പോൾ അയ്യോ യേശുവേ ഞങ്ങൾ മുങ്ങിത്താഴുമെന്ന് പറയുമ്പോൾ ഒന്നും അറിയാതെ പടകിനകത്ത് നിന്ന് എടുത്തു ചാടിയവരെ മാറോട് സ്വർഗത്തിലെ ദൈവം ചേർത്തെങ്കിൽ ഇന്ന് പകലും രാത്രി സത്യവചനം കേൾക്കുന്ന ബ്രദർ സിസ്റ്റർ, നിന്റെ പടകിനകത്ത് ഒരു പക്ഷേ പ്രതികൂലം കാണും. നിന്റെ പടക് മുങ്ങുമാറാകും. പായുടെ കയറ്റുകൾ മാറിക്കിട്ട് ഒരു പക്ഷേ പടകിനുള്ളവർ പറയുന്ന മുങ്ങാൻ പോകുക. എന്നാൽ ഇന്ന് പകൽ വചനം കേൾക്കണം. ദ മൈറ്റി ടൈം ഓഫ് ജീസസ്, ഒരു അന്ത്യകാലത്തിൻ്റെ പ്രഭാഷണമെങ്കിൽ ഇന്ന് പകൽ ചില മണ്ഡലങ്ങളിൽ ഈ വചനമെത്തുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ആരാധിക്കുന്ന ദൈവജനം മുട്ടുമടക്കുന്ന ചില സഹോദരന്മാർ വിശ്വാസത്തോടെ പറയണം, പടക് എത്ര ആഞ്ഞടിച്ചാൽ, പടക് മുങ്ങുമെന്ന് വിശ്വാസം വന്നാൽ ഞാൻ എടുത്ത് ചാടിയാൽ എനിക്ക് വേണ്ടി മാറോടണയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ബ്രദർ സിസ്റ്റർ, ഇന്ന് രാത്രിയും പകല് ലോകരാഷ്ട്രങ്ങളിൽ ആർ യു സ്റ്റേയിങ് ഇൻ അമേരിക്ക ഓർ ആർ യു സ്റ്റേയിങ് ഇൻ ഗൾഫ് കൺട്രീസ്, അതർവൈസ് ആർ യു സ്റ്റേയിങ് ഇൻ യൂറോപ്പ്, അതർവൈസ് ഇൻ ന്യൂഡൽഹി, നോർത്തേൺ സ്റ്റേറ്റ്, ഇന്ന് ഈ വചനം നിന്റെ മീഡിയയിൽ കൂടെ ഒരുപക്ഷെ എത്തുമ്പോൾ ദൈവസന്നിധിയിൽ പറയണം, എൻ്റെ പടകിനകത്ത് നസ്രയനെ നോക്കി ഞാൻ ഇറങ്ങിത്തിരിച്ചാൽ അത് മുങ്ങുന്നതിന് മുമ്പ്, ലോകമാകുന്ന ഗംഭീരവാരിധിയിൽ സകല തകർച്ചയും നടക്കുന്നതിന് മുമ്പ് പത്രോസിനെ മാറോട് ചേർത്തൊരു നാഥൻ മധ്യാകാശത്തിൽ നിന്ന് കാഹളവുമായി എന്നെ ചേർക്കുവാൻ വരും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിപ്പാനുള്ളത്. 6ാമത്തെ കാര്യം, ആറ്റം പൊട്ടും. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് 70,000-ഉം 2-ാം ദിവസം ഓഗസ്റ്റ് 8-ന് 80,000 പേരെ കൊന്നൊടുക്കിയപ്പോൾ ബൈബിളിൻ്റെ പ്രവചനം നിവർത്തി. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ആകാശത്തിനകത്ത് ബോംബ് കത്തി ഇറങ്ങിയപ്പോൾ ബൈബിളിൻ്റെ പ്രവചനം നിവർത്തിയായില്ലേ മക്കളെ? മൂലപദാർത്ഥം കത്തും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിയും. തീർന്നില്ല. അതിനുശേഷം ഏറ്റവും നിർണായകമായി സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ പ്രിയപ്പെട്ട ദൈവമക്കളെ? സ്തോത്രം. എന്താ സംഭവിക്കുന്നത്? ഏറ്റവും നിർണായകമായ സംഭവം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഭൂമിയും അതിലെ പണികളും വെന്തുരുകിപ്പോകും. ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. ഇത് വെന്തു പോകും. എന്നാൽ കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം ഒരുക്കി നാഥൻ വരാറായി. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിപ്പാനുള്ളത്. അടുത്തത്, രാസായുധം പൊട്ടുമോ? ബൈബിളിനകത്ത് അങ്ങനെ ഒരു പ്രവചനമുണ്ടോ? രാസായുധം പൊട്ടിയാൽ മനുഷ്യൻ എന്ത് സംഭവിക്കും? അത് വരാൻ പോകുന്ന ഒരു പ്രവചനമാ മക്കളെ. സക്കറിയ പ്രവചനം 14:12 എടുത്തു വച്ചേക്കണം. രാസായുധം പൊട്ടിയാൽ മനുഷ്യന് എന്ത് സംഭവിക്കും? ബൈബിളും സയൻസും രാസായുധം പൊട്ടിയാൽ സകല കണ്ടുപിടുത്തങ്ങളുടെയും പിൻപിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ? അമേരിക്കക്കാരൻ ആരെ കൊന്നു? സദാം ഹുസൈനെ. സദാം ഹുസൈൻ ഒരു ഏകാധിപതി, ലോകം മുഴുവൻ പിടിച്ചടക്കാൻ പോയവ. അവന്റെ കെമിക്കൽ ബങ്കറിനകത്ത് രാസായുധമുണ്ട്. അത് പൊട്ടിയാൽ മനുഷ്യന്റെ കണ്ണ് ചീഞ്ഞഴുകും, നാവ് പുഴുത്തുപോകും, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അഴുകും. അതുകൊണ്ട് സിറിയയിൽ രാസായുധം പ്രയോഗിച്ചു. 3000 കുഞ്ഞുങ്ങൾ. കേരളത്തിൽ ഒരു സ്ഥലമുണ്ട് എൻഡോസൾഫാൻ. കഴിഞ്ഞ ദിവസവും പത്രത്തിനകത്തുണ്ട് കാസർഗോഡ്. എൻഡോസൾഫാൻ ഈ രാസായുധത്തിൻ്റെ മൈന്യൂട്ട് മോഡലാണ്. ആ എൻഡോസൾഫാൻ ശ്വസിച്ച പല കുഞ്ഞുങ്ങളുടെ ഇന്ന് വളർച്ച മുരടിച്ചിരിക്കുക. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ കൈകാലുകൾ തളർന്ന കുഞ്ഞുങ്ങളെ കാസർഗോഡ് കശുമാവിനടിച്ച എൻഡോസൾഫാൻ്റെ മൂത്ത ചേട്ടന് വരാൻ പോകുന്ന രാസായുധം, കെമിക്കൽ വെപ്പൺ, അത് ചൈനക്കാരൻ്റെ ഉണ്ടെന്ന് പറയുന്നു. ഈ രാസായുധം സദാമിൻ്റെ ഉണ്ടായിരുന്നു. ഈ രാസായുധ സിറിയയിൽ രാസായുധം പ്രയോഗിച്ചു. പല രാജ്യങ്ങളിലെ രാസായുധമുണ്ട്. ഈ രാസായുധം പ്രയോഗിച്ചാൽ മനുഷ്യന്റെ ശരീരത്തെ എങ്ങനെ ബാധിക്കും? ഇതൊക്കെ ബൈബിളിലുണ്ടോ? രാസായുധം പൊട്ടിയാൽ ഇടയ്ക്ക് ഡിസ്പ്ലോഷൻ അഥവാ കെമിക്കൽ വെപ്പൺസിൻ്റെ ഒരു അനിമേഷൻ ഉണ്ടായിരുന്നു. യൂട്യൂബിനകത്തും ഇൻ്റർനെറ്റിനകത്തും ഒരു അനിമേഷൻ ആവിഷ്കാരം. രാസായുധം പൊട്ടിയ മനുഷ്യൻ
ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. നമ്മുടെ നാവ് പുറത്ത് സ്വല്പം നീളം, പക്ഷെ നാവിന് ശക്തമായ നീളമുണ്ട്. രാസായുധം പൊട്ടിയപ്പോൾ അനിമേഷൻ ഞാൻ കണ്ടു, ഒരു ഏകദേശം 15 സെന്റിമീറ്ററോളം ഈ നാവ് താഴോട്ട് വരുക, പഴുക്കുന്നു. ആ അനിമേഷനിൽ ഞാൻ കണ്ടു രാസായുധം പൊട്ടിയ കണ്ണിൻ്റെ കൃഷ്ണമണി പുറത്തോട്ട് ഉന്തി വരുന്നു. രാസായുധം പൊട്ടിയ മനുഷ്യൻ്റെ മൂക്ക് പഴുക്കുന്നു, ഇന്ദ്രിയങ്ങൾ താഴോട്ടുള്ളതെന്ന് ഞാൻ കണ്ടില്ല. ഞാൻ ഞെട്ടിപ്പോയി. അനിമേഷൻ ഓഫ് കെമിക്കൽ എക്സ്പ്ലോഷൻസ്, അതിപ്പോൾ ഉണ്ടോയെന്നറിയത്തില്ല. ആ കെമിക്കൽ എക്സ്പ്ലോഷൻസ് അഥവാ കെമിക്കൽ വെപ്പണിൻ്റെ എക്സ്പ്ലോഷൻ, രാസായുധം പൊട്ടിയാൽ മനുഷ്യൻ എന്ത് സംഭവിക്കും? ബൈബിളിനകത്തുണ്ടോ? വരുംകാല പ്രവചനത്തെ പറ്റി 2550 കൊല്ലം മുമ്പ്, യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപിൽ 550 കൊല്ലം മുമ്പ് ഭക്തനായ സെക്കര്യാവ് എഴുതി വെച്ചു, സഭ എടുക്കപ്പെട്ടാൽ യഹോശാഫാത്ത് താഴ്വരയോടനുബന്ധിച്ച് വരാൻ പോകുന്ന ഹർമഗദോൻ യുദ്ധത്തിനകത്ത് രാസായുധം പൊട്ടുമ്പോൾ മനുഷ്യൻ എന്ത് സംഭവിക്കും? ലോകം കേൾക്കട്ടെ, നാട്ടുകാർ കേൾക്കട്ടെ. ഇത് അന്ത്യകാല പ്രഭാഷണമാണോ, തെറ്റിക്കുന്ന ഉപദേശമാണോ? കേൾക്കണം. ഇതാ മേലാൽ സംഭവിപ്പാൻ പോകുന്നത്. നീ കണ്ടത് മേലാൽ സംഭവിക്കുന്നത്. വായിക്കാൻ ദൈവത്തിന്റെ ദാസനെ സെക്കര്യാ പ്രവചനം 14-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ ഒരു കൂട്ടം ജാതികൾ ഹർമഗദോൻ താഴ്വരയിൽ വരുമ്പോൾ രാസായുധം പൊട്ടിയാൽ നാട്ടുകാർ കേൾക്കട്ടെ. സെക്കര്യാ 14:12 വായിച്ചിട്ട് മക്കളെ. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയായത്. അടുത്തത്, അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. രാസായുധം കെമിക്കൽ റേഡിയേഷൻ ഏറ്റാൽ, രാസായുധത്തിന്റെ റേഡിയേഷൻ ഏറ്റാൽ മനുഷ്യന്റെ ശരീരം ചീഞ്ഞഴിഞ്ഞു പോകും. അടുത്തത്, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. എന്റെ പൊന്നു മക്കളെ, പച്ച മനുഷ്യന്റെ കണ്ണ് രാസായുധം പതിച്ചാൽ കൃഷ്ണമണി പഴുത്തുന്തി തള്ളി പുറത്തോട്ട് വരും. അടുത്തത്, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. നാക്കിനകത്ത് ഇൻഫെക്ഷൻ വന്ന് നാവ് പുറകോട്ട് മുൻപോട്ട് പുറത്തോട്ട് കിടക്കുന്ന നാവ് മുൻപോട്ട് വന്നിട്ട് എന്തോ ചെയ്യുമെന്നറിയാമോ? നാവ് ചീഞ്ഞഴുകി പോകും. മതി ദൈവദാസനെ കൂടുതൽ പറഞ്ഞാൽ ജനത്തിന് ദുഃഖം വരും. ദൈവത്തിന്റെ വചനം അനുഗ്രഹമാണോ? വചനത്തെ മറക്കുന്നവര് നിങ്ങൾ ഇത് ഓർത്തുകൊള്ളുവേ. യഹോവയുടെ ന്യായവിധി ദിവസം വരാൻ പോകുന്നു. സഭ എടുക്കപ്പെട്ടാൽ അന്നാളിൽ ജെറുസലേം ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കുമ്പോൾ, ഹർമഗദോൻ താഴ്വരയ്ക്കകത്ത് ഇസ്രയേലിനെതിരെ ഒരു യുദ്ധം ആരംഭിക്കുമ്പോൾ, ആ യുദ്ധത്തിനകത്ത് ലോകരാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ ആ യുദ്ധ കൊതിയന്മാർ രാസായുധം പ്രയോഗിക്കുമ്പോൾ, മക്കളെ, പച്ച മനുഷ്യന്റെ ശരീരം പൊട്ടും, മാംസം അഴുക. അയ്യോ, കണ്ണ് തടത്തിൽ വെച്ച് കുഴിഞ്ഞു പോകും. മകനെ, മകളെ, നിന്റെ നാവിനകത്ത് ഇൻഫെക്ഷൻ വന്ന് പുറത്തോട്ട് തള്ളി പഴുത്തു പോകുന്ന ഒരു കാലം വരും. ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം. LSE എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ, മാതാക്കന്മാരെ, സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, ദൈവദാസന്മാരെ, പഠിക്കുന്ന മക്കളെ, മകനെ, മകളെ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്നൊരിക്കൽ കൂടി പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. നീ മടങ്ങി വാ. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നിനക്ക് കാൽവറിയിൽ പരമയാഗമായെങ്കിൽ, ഈ രാസായുധം പൊട്ടുന്നതിന് മുമ്പ്, നിന്റെ കണ്ണ് തടത്തിൽ അഴുകുന്നതിന് മുമ്പ്, നിന്റെ നാവ് ചെയ്യുന്നതിന് മുമ്പ്, മാംസം പൊട്ടുന്നതിന് മുമ്പ്, എന്റെ കാന്ത് മധ്യാകാശത്തിൽ വരാൻ കാലമായി. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവേ. പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. എന്റെ നാഥൻ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. 2550 കൊല്ലം മുമ്പ് രാസായുധം പൊട്ടിയാൽ മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇറാഖിൽ കണ്ടെങ്കിൽ, സിറിയയിൽ കണ്ടെങ്കിൽ, സഭ എടുക്കപ്പെട്ടാൽ ഒരു മഹാകഷ്ട അന്ത്യനാളുകളിൽ വരാൻ കാലമായി. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. 7 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു അക്കമിട്ട്. എനിക്ക് ശ്വാസത്തിൻ്റെ വളരെ ബുദ്ധിമുട്ടുണ്ട്, ഹാർട്ടിൻ്റെ പമ്പിങ് റേറ്റ് വ്യത്യാസമുണ്ട്. എൻ്റെ ആഗ്രഹം, ഒരു വ്യക്തിയെങ്കിലും ഇത് കേട്ടിട്ട് ബൈബിൾ ജീവൻ്റെ വചനം തുറക്കണം, ഗുപ്തമായതിനെ കാണണം.
അവൻ്റെ വിടുതലിൻ്റെ വചനം അവൻ ഏറ്റെടുക്കണം. നിത്യതയുടെ വചനം അവൻ ഏറ്റെടുക്കണം. അനേക രാജ്യങ്ങളെ നേടുവാനുള്ള കൃപ അവൻ ഉണ്ടാകണം. അനേക കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലേക്ക് ആദായപ്പെടുത്തുവാൻ ചിലരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേർതിരിച്ചെടുക്കട്ടെ. അതുകൊണ്ട് ഇല്ലാത്ത സമയത്ത് പോലും, ഈ കോവിഡിൻ്റെ പാൻഡമിക്കിൽ പോലും ഞങ്ങൾ ദൈവസന്നിധിയിൽ സത്യത്തിൻ്റെ വചനം മായവും കലർപ്പുമില്ലാതെ സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം, കീൽക്കുഴികളെ പറ്റി കേട്ടു, ഇലക്ട്രിസിറ്റിയെ പറ്റി കേട്ടു, ആറ്റമിനെ പറ്റി കേട്ടു, ബൾബിനെ പറ്റി കേട്ടു, ഭൂമിക്കടിയിൽ അറകളുണ്ടെന്നതിനെ പറ്റി കേട്ട് കഴിഞ്ഞു, രാസായുധനത്തിനെ പറ്റി കേട്ട് കഴിഞ്ഞു. ആറ്റം വെപ്പൺ തീർന്നില്ല. മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് പോകുമോ? 2021 അവസാന ദിവസങ്ങളിൽ നാം ഇരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ഇര തേടുന്ന കഴുകൻ ആകാശമണ്ഡലത്തിൽ ഉയരുന്നത് പോലെ മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും. ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ടോ ഇത് മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും? 1969 ജൂലൈ മാസം 25-ാം തീയതി നെയിൽ ആംസ്ട്രോങ്ങിൻ്റെ നേതൃത്വത്തിൽ മനുഷ്യൻ 3.25 ലക്ഷം കിലോമീറ്റർ ചൊവ്വയിലേക്ക് പോയി. അവിടെ ഒരു സങ്കീർത്തനമെടുത്ത് പാടി. ആകാശവിധാനം യഹോവയുടെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഈ മനുഷ്യൻ ആകാശഗംഗ ഗാലക്സിയിൽ കടക്കുമെന്ന് ബൈബിളിലുണ്ടോ? ഇന്ന് ടെസ്ല, അതിൻ്റെ കമ്പനി ഒരു എലോൺ മസ്ക് എന്ന് പറയുന്ന ഒരുവനാ. അവൻ ദാ ശൂന്യാകാശത്തിലേക്ക് തിരുവനന്തപുരം ന്യൂഡൽഹി എക്സ്പ്രസിനകത്ത് ആളെ കയറ്റി വിടുന്ന പോലെ മിനിറ്റ് കണക്കിന് ശൂന്യാകാശത്തിലേക്ക് ആളെ കയറ്റി വിടുന്നു എലോൺ മസ്ക്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 69 മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയി. എത്ര പേര് പൊയ്ക്കൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ട് ഞാനിത് പറയുന്നു? ചൊവ്വയിൽ മനുഷ്യൻ പോകുന്നു. 5.25 കോടി കിലോമീറ്റർ, 125 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കത്തുന്ന ചൊവ്വ. ആ ചൊവ്വയിലേക്ക് മനുഷ്യൻ പോകുന്നു. ആരാ പോകുന്നത്? പാലക്കാട്ടുകാരി ലേഖ, ശ്രദ്ധ, തിരുവനന്തപുരം പൂജപ്പുര സ്വദേശി രാകേഷ് അന്യഗ്രഹങ്ങളിലേക്ക് പോകുന്നു. മനുഷ്യൻ ചൊവ്വയിലേക്ക് പോകുന്നു. അനേകം പേരിപ്പോൾ അവിടെ പോകാൻ തയ്യാറ്. പല ഗ്രഹങ്ങളിലേക്കും വണ്ടി കയറ്റി വിടുന്നു, ആഹാര സാധനം കയറ്റി വിടുന്നു, പല കാര്യങ്ങളും കയറ്റി വിടുന്നു. മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കയറിപ്പോകുവാൻ തയ്യാറെടുക്കുന്നു. ബൈബിളിനകത്തുണ്ടോ? നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ യേശു ജനിക്കുന്നതിന് 550 കൊല്ലം മുമ്പ് ഭക്തനായ യഹൂദനായ പ്രവാചകൻ ഓബദ്യാവ് എഴുതി വെച്ചു, മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും. ബൈബിളിനകത്തൊരു വാക്യമുണ്ടോ? ബൈബിള് സയൻസുമായിട്ട് ബന്ധമുണ്ടോ? മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും. വായിക്കാൻ ദൈവദാസനെ, പ്രവചനങ്ങളുടെ നിവൃത്തിയായി ഇസ്രയേലിലെ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനായ ഓബദ്യാവ് എഴുതി വെച്ചു. ഓബദ്യാവ് 4 മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും. ഓബദ്യാവിന്റെ പ്രവചനം 4-ാമത്തെ വാക്യം. ബൈബിളുള്ള ചെറുപ്പക്കാർ ഇതെല്ലാം ഒന്ന് പഠിക്കട്ടെ, വചനത്തിന് വേണ്ടി ഇറങ്ങട്ടെ. ഓബദ്യാവ് 4 വായിച്ചട്ടെ. നീ കഴുകനെ പോലെ ഉയർന്നാലും, നീ കഴുകനെ പോലെ ഉയർന്ന് നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും, നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അയ്യോ, മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ സ്വസ്ഥതയില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ കഴുകനെ പോലെ പറന്ന് നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെക്ക്. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊക്കെ ബൈബിൾ നിരീശ്വരവാദികളെ, യേശു ഇല്ലെന്ന് പറയുന്നവര്, ബൈബിളിന്റെ തനിമ നഷ്ടപ്പെടുത്തുന്നവര്, ഈ വചനം നിങ്ങളൊന്ന് കേൾക്കുക. നീ കഴുകനെ പോലെ പറന്ന് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവെച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കും. 69 ചന്ദ്രൻ, എലോൺ മസ്ക്, ടെസ്ല ഗ്രൂപ്പ് ശൂന്യാകാശത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നു. 2030 മാർസ് 1 മനുഷ്യൻ പറക്കാൻ പോകുന്നു. ചൊവ്വ പരിവേഷണം. ഇതെല്ലാം ബൈബിളിൽ ഉണ്ടോ? യേശു ക്രിസ്തു ഭൂജാതനാകുന്നതിന് മുമ്പ് 550 കൊല്ലങ്ങൾക്ക് പിറകിൽ ഭക്തനായ ഓബദ്യാവ് യെരൂശലേമിന്റെ തെരുവീതിയിൽ നിന്ന് പറഞ്ഞു, മനുഷ്യ, നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളെ ഇടയിൽ പോയി കൂടുവെച്ച് പാർത്താൽ അതിന്റെ നടുവിൽ നിന്ന് ഞാൻ ഇളക്കുമെങ്കിൽ ഇന്ന് പകൽ നാം ഈ ഭൂമി വിട്ടാൽ നമുക്ക് പോകാനൊരു വീടുണ്ടോ? പണമുള്ളവര്
സയൻസ് അറിയാവുന്നവര്, ചൊവ്വായി ഒരുങ്ങിയിരിക്കുന്നവര്, ആകാശവും ഭൂമിയൊക്കെ വീഴാൻ കാലമായി. ഈ നക്ഷത്രത്തിനൊന്നും കാലാവധിയില്ല. എന്നാൽ നമുക്കൊരു വീടുണ്ട്. ഏതാ? നിത്യമായൊരു വീട്, ശാശ്വതമായൊരു ഭവനമൊരുക്കി നാഥൻ വരാറായി. 8 സയൻറ്റിഫിക് ഇക്വേഷൻസ് വി വിൽ ടീച്ച് ഇൻ ദ മൈറ്റി പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഇന്ന് പകൽ വചനത്തിൽ കൂടി പഠിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ബൈബിൾ സയൻസ് മനുഷ്യന്റെ അവയവങ്ങൾ കൈമാറ്റം ചെയ്യുമോ? മെഡിക്കൽ കോളേജിൽ പെടില്ലേ വരുന്നത്? കണ്ണ് മാറ്റുന്നതും കൈമാറ്റുന്നതും തല മാറ്റുന്നതുമായ ടെക്നോളജികൾ ഇപ്പോൾ വരുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് മനുഷ്യന്റെ അവയവങ്ങൾ കൈമാറ്റം ചെയ്യുമോ? എത്ര പേർക്ക് കാര്യമറിയാം? മനുഷ്യന്റെ അവയവം അന്ത്യകാലത്ത് കൈമാറ്റം ചെയ്യുമോ? കിഡ്നി മാറ്റുന്നു, ലിവർ മാറ്റുന്നു, ഓരോ അവയവങ്ങളും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് ലോകം വരുന്നു. മനുഷ്യന്റെ അവയവം മാറ്റുന്ന ശസ്ത്രക്രിയകൾ ലോക രാജ്യത്തിനകത്ത് നടക്കുന്നു. ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? മനുഷ്യന്റെ അവയവ കച്ചവടം അന്ത്യകാലത്ത് കണ്ടോ? തെളിവ് സഹിതം ഞങ്ങളുടെ മീഡിയയിലെ കുഞ്ഞുങ്ങൾ അത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. 14 വർഷം ശീതീകരിച്ച് സൂക്ഷിച്ച അണ്ടാശയ കോശം ഉപയോഗിച്ച അമ്മ ഗർഭം ധരിച്ചു. മരിച്ച അപ്പന്റെ അണ്ടാശയം എടുത്തിട്ട് 14 വർഷം ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചിട്ട് ഒരു കുഞ്ഞിനെ കിട്ടി. എത്ര ക്ലിയർ! ദാ കിടക്കുന്നു വിശാൽ, തിരുവനന്തപുരത്ത് മരിച്ചു. പോലീസിന്റെ ഹെലികോപ്റ്ററിനകത്ത് അവന്റെ 8 അവയവങ്ങൾ അമൃതയിലും ലേക്ക് ഷോറില് ചെന്നൈ അപ്പോളോയിലും കൊണ്ട് മനുഷ്യന്റെ അവയവം മാറ്റിവെച്ച് മരണക്കിടക്കയിൽ കിടക്കുന്നവന് ജീവൻ കൊടുത്തു. ബൈബിളിനകത്തുണ്ടോ? ഇതാ മരണം ഇവിടെ തോറ്റുപോയിരിക്കുന്നു. കണ്ടോ മക്കളെ? കിഡ്നി മാറ്റാം, ലിവർ മാറ്റാം, ഹാർട്ട് മാറ്റാം, ഇപ്പൊ തലവര മാറ്റാം. ചൈന കണ്ടുപിടിക്കാൻ പോന്നു. ഇതൊക്കെ ബൈബിളിനകത്തുണ്ടോ? ഉമ്മാക്കി കഥയാണോ? അമ്മൂമ്മ കഥയാണോ? മുഴുവൻ തെളിവോടെ ബൈബിളിനകത്തുണ്ട്. മനുഷ്യന്റെ അവയവം മാറ്റാ ദൈവസഭ എടുക്കപ്പെട്ടാൽ ഇന്ന് ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകുന്നില്ലേ? ട്രെയിൻ വിൽക്കുന്നില്ലേ? എയർ ഇന്ത്യ വരെ വിറ്റ് കഴിഞ്ഞില്ലേ? തീർന്നില്ല. ഇവിടെ മാള് വരുന്നില്ലേ? റിലയൻസ്, ആദിത്യ, മോർമോർ, പെൻഡലൂൺ, വാൾമാർട്ട്, ഇതെല്ലാം വരുന്നില്ല. ടെസ്ല, ഇതിന്റെ മദർ മാള് സഭ എടുക്കപ്പെട്ടാൽ ഇറാഖിനകത്തൊരു മാള് വരുന്നുണ്ട്. മഹദിയാം ബാബിലോൺ, ട്രേഡ് ബാബിലോൺ. ആ ട്രേഡ് ബാബിലോണിനകത്ത് മനുഷ്യന്റെ അവയവങ്ങൾ തെരുവിൽ കിട്ട്, ചന്തയിൽ കിട്ട്, മെഡിക്കൽ സ്റ്റോറിൽ കിട്ട്. ഇന്ന് പ്ലെയിനകത്ത് കൊണ്ടുപോകുന്ന, ഇന്ന് ട്രെയിനകത്ത് കൊണ്ടുപോകുന്ന, ഹെലികോപ്റ്ററിനകത്ത് കൊണ്ടുപോകുന്ന മനുഷ്യന്റെ അവയവങ്ങൾ മാർക്കറ്റിനകത്ത് വിൽക്കുമെന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയാ? വായിക്കാം ദൈവദാസന്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. ബൈബിളും സയൻസും തമ്മിലുള്ള ബന്ധം. മനുഷ്യന്റെ അവയവ കമ്പോളത്തിൽ വിൽക്ക്. വെളിപ്പാട് 18:13 വായിച്ചാട്ട് മക്കളെ. വെളിപ്പാട് 18:13. ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തിരിക്കം. ലവംഗം, ഏലം, മൂറ്, കുന്തിരിക്കം, ധൂപവർഗം. അടുത്തത് വീഞ്ഞ്, എണ്ണ, നേരിയമാവ്, കോതമ്പ്. അടുത്തത് കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യ പ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞു. തെരുവോരങ്ങളിൽ മനുഷ്യന്റെ ദേഹം, മനുഷ്യന്റെ പ്രാണൻ വിൽപ്പന ചരക്കാക്. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് രക്ഷാ സന്ദേശത്തിന്റെ സുവിശേഷകനായ പത്മോസിന്റെ കാരാഗ്രഹത്തിൽ വീണപ്പെട്ട യോഹന്നാനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മനുഷ്യന്റെ അവയവങ്ങൾ വിൽക്കപ്പെടുന്ന കാലം, മനുഷ്യന്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന കാലം, മനുഷ്യന്റെ കണ്ണ് മാറ്റുന്ന കാലം, മനുഷ്യന്റെ കുടല് മാറ്റുന്ന കാലം, തലവര മാറ്റുന്ന കാലം, അവയവങ്ങൾ റീപ്ലാന്റ് ചെയ്യുമെന്ന് ബൈബിളും സയൻസും അടിസ്ഥാനമാക്കി പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ എഴുതിയ പ്രവചനം കണ്ട തിരുവനന്തപുരമേ, കണ്ട ചെന്നൈയെ, കണ്ട ദുബായെ, കണ്ട അമേരിക്കയെ, കണ്ട ചൈനയെ, ദൈവമക്കളെ, ഇതാ കാലം തീരാറായി, എന്റെ കാന്തൻ വരാറായി. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മേലാൽ സംഭവിപ്പാനുള്ളത്. ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിയായി. ഇസ്രായേലേ, ഇസ്രായേലേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.